ട്രിപ്പിലാണ്. എൻജോയ് ചെയ്ത് അവിടുന്ന് പൊളിച്ചടുക്കി ടാറ്റു ഒക്കെ കുത്തി തകർത്ത് ഓക്കെ ഇപ്പം നേരെ ഗോവയ്ക്ക് പിടിക്കുകയാണ്. ഇപ്രാവശ്യം വ്ളോഗിങ്ങിനേക്കാളൊക്കെ ഉപരി എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. പക്ഷേ ഡ്രോണുണ്ട്, ക്യാമറയുണ്ട്, ഫോണുകളുണ്ട്, ഗോപ്രോ ഉണ്ട്, എല്ലാ സാധനവും കയ്യിലെടുത്തിട്ടുണ്ട്. എന്താവശ്യം ഉണ്ടെങ്കിലും ഉപയോഗിക്കാൻ. നല്ല ഗോവയ്ക്കുള്ള റോഡ് കിടക്കുന്ന കിടപ്പുണ്ടാ. ബക്കറ്റ് ലിസ്റ്റ് ഹോസ്റ്റലിലായിരുന്നു താമസം. എൻ്റെ സുഹൃത്ത് മാത്തനാണ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പം മാത്തൻ പറഞ്ഞതനുസരിച്ചാണ് ഇവിടെ ഇന്നലെ സ്റ്റേക്ക് വന്നത്. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാൻ വെളിയിലൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആദ്യമായിട്ടാണ് ഇന്ത്യയിലൊരു ഹോസ്റ്റലിൽ താമസിക്കുന്നത്. ഹട്ട് സ്റ്റൈലിലുള്ള ബങ്ക്വുഡ് അക്കോമഡേഷനാണ് മെയിനായിട്ടുള്ളത്. അപ്പം ഇന്നലെ എൻ്റെ ബെഡ് ഇവിടെയായിരുന്നു, എൻ്റെ ടോയ്ലറ്റ് നേരെ ഇപ്പുറത്ത്. അപ്പം ഇങ്ങനത്തെ ഹട്ടുകളും പിന്നെ ടെൻറ്റുകളുമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അവൈലബിൾ ആണ് ഓൾ ഇൻ ഓൾ. അപ്പോൾ ഫുൾ ഓൺ പാർട്ടികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് കാണാം, നമുക്ക് വെറൈറ്റി ഓഫ് ഐറ്റംസ് ഇവിടെ ഇരിപ്പുണ്ട്. ഈ ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പം ഒരു ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. അപ്പം ഞങ്ങൾ രാവിലെ ബാഗ ബീച്ചിലേക്ക് പോവുകയാണ്. ഇന്ന് ഫുള്ളോണായിട്ട് ബാഗയിലൊക്കെ ഒന്ന് കുളിച്ച് അവിടുത്തെ പാർട്ടി വൈബും മൂഡും ഒക്കെ കണ്ടിട്ട് ഒന്ന് തീരുമാനിക്കാൻ. ഓൾറെഡി ഇവിടെ പാർട്ടിക്കുള്ള വൈകിട്ടത്തേക്ക് ബുക്ക് ചെയ്തു. പക്ഷേ ഇന്ന് ബാഗ ബീച്ചിലേക്ക് ഒന്ന് പോയി അവിടുത്തെ ആംബിയൻസ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഓക്കെ, അപ്പോൾ ഗോവയുടെ നിരത്തുകളാണ് കാണുന്നത്. രാവിലെ ഒരു ഡ്രൈവിന് ഇറങ്ങിയ ബാഗ ബീച്ചിലോട്ട്. അടിപൊളിയായിരിക്കും തോന്നുന്നു. ഭയങ്കര തിരക്കാന്ന് കേട്ടെ. എനിവേ നമുക്ക് ഒരു 4.5 കിലോമീറ്റർ കൂടി ഡ്രൈവ് ഉണ്ട്. ഏറ്റവും ഹാപ്പനിങ്സ് ഉള്ള ബീച്ചുകളാണ് ബാഗ ബീച്ചും കുളങ്കട്ട അല്ലേ? In 200 meters, turn left. വന്നിട്ട് ഗോവ ബീച്ചിൻ്റെ വൈബും കൂടി അറിയണ്ടേ, ചുമ്മാ പാർട്ടി വൈബ് മാത്രം അറിഞ്ഞാൽ പോരല്ലോ. അതുകൊണ്ട് ബാഗ ബീച്ചിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ റെസ്റ്റോറൻറ്റുകളൊക്കെ ഫുൾ ഓണാണ്. ഇവിടെ സ്കൂബ ഡൈവിങ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പോയി. ബാഗ ബീച്ചിൽ ചെന്നപ്പോഴത്തേക്കും ഭയങ്കര തിരക്ക്. വല്ല പ്രൈവറ്റ് ബീച്ചിലും പോവാം. ഗോവയിലെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഹോസ്റ്റലാണിത്.
പാപ്പിച്ചുലു. നമ്മളിപ്പം ഉസ്റാൻ ബീച്ചിലോട്ടാണ് പോകുന്നത്. അപ്പം ഞാൻ ഉസ്റാൻ ബീച്ചിലാണ്. ഒന്ന് ബീച്ചിലായിട്ട് ഇറങ്ങാൻ പോവാണ്. എനിക്ക് ഒരു പ്രൈവറ്റ് ബീച്ചിൻ്റെ ഫീലാണ്. വളരെ കുറച്ച് പേരേ ഉള്ളൂ, ഒത്തിരി പേര് വരുന്ന ബീച്ചല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു നമ്മുടേതായ ഒരു പ്രൈവസി ഉണ്ട്. അപ്പം 2020 എല്ലാം കടലിൽ മുങ്ങിക്കളഞ്ഞു. ഇനി 2021 പവർ തിരിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് ഞാൻ ന്യൂ ഇയർ ആയിട്ട് അഗോഡ ഫോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഗോഡ ഫോർട്ടിൻ്റെ അടുത്തെത്തി. ഇവിടെ പാർക്കിംഗ് ഏരിയ ആണ്. പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഇപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് പ്രവേശിക്കണം. 25 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഹോട്ടലിലേക്ക് കയറുകയാണ്. 6 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. ഇനി 20 മിനിറ്റ്സേ ഉള്ളൂ. ഞാനിപ്പം അഗോഡ ഫോർട്ടിൻ്റെ മുകൾ ഭാഗത്താണ് നിൽക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് അഗോഡ ഫോർട്ടൊക്കെ കണ്ട് ഹോസ്റ്റലിൽ പോയി ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് റൂമിലെത്തി. അപ്പോൾ നാളെ ദൂദ്സാഗർ വാട്ടർഫോൾ കാണാൻ പോവും. അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ, ഗുഡ് നൈറ്റ്.